നമസ്കാരം, സ്വാദിഷ്ടിലേക്ക് സ്വാഗതം. നാടൻ രീതിയിൽ ഇഞ്ചിക്കറി തയ്യാറാക്കുന്ന വിധം കാണാം. അതിനായി എടുത്തിരിക്കുന്നത് 100 ഗ്രാം ഇഞ്ചി ചുരണ്ടി ക്ലീൻ ചെയ്തതാണ്. ഇത് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. കനം കുറച്ച് അരിയുന്നത് ഇഞ്ചി എളുപ്പത്തിൽ മൂത്ത് കിട്ടാൻ വേണ്ടിയാണ്. 4 അല്ലി വെളുത്തുള്ളി കൂടി ഇതിൻ്റെ കൂടെ കനം കുറച്ച് അരിഞ്ഞു ചേർക്കുക. പാൻ വെച്ച് ചൂടായതിനു ശേഷം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ലപോലെ ബ്രൗൺ കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ ബ്രൗൺ കളറായി മൂത്തിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഇത് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക. ഇഞ്ചി വറുത്ത അതേ എണ്ണയിൽ തന്നെ കടുക് വറുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 5 ചുമന്നുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 കതിർപ്പ് കറിവേപ്പിലയോടെ ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ബ്രൗൺ കളർ ആയതിനു ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തതിന് ശേഷം പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 നെല്ലിക്ക വലിപ്പത്തിൽ എടുത്ത പിഴുപുളി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. ഇതിൻ്റെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക. സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് തിളപ്പിക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇതിപ്പം നല്ലപോലെ തിളച്ച് ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.